ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഇസനെ കൊണ്ട് പുറത്തു പോവാണേ. സ്കൂട്ടറിലാണ് കേട്ടോ പോണത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം സ്കൂട്ടറിൽ പോയപ്പോൾ. ആകെ എല്ലായിടത്തും കൂടെ നോക്കണം ചിരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇസയുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കണം, 7ാം മാസത്തിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും മേടിക്കണം. അതിനാണ് കേട്ടോ പോയത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശോഭികയിലാണ് പോയത്. അവിടെ ഫ്രണ്ടിൽ തന്നെ ക്രിസ്മസിൻ്റെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. കുറച്ച് സമയം നമ്മൾ അതൊക്കെ അങ്ങനെ നോക്കിയിരുന്ന്. ബേബീസിൻ്റെത് ഗ്രൗണ്ട് ഫ്ലോറിലിരുന്ന് വെച്ചിരുന്നത്, ഇപ്പം അത് മാറ്റി സെക്കൻഡ് ഫ്ലോറിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൽ കയറിയപ്പോഴും എല്ലാവരെയും വാച്ച് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയുണ്ട് കയ്യിൽ, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ എല്ലാവരെയും വാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ നമ്മളങ്ങനെ സെക്കൻഡ് ഫ്ലോറിലെത്തി. ഇതൊക്കെ വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി കൂട്ടത്തിൽ നമ്മളതും നോക്കി. നമുക്ക് മേടിക്കാനുള്ള കേട്ടോ റേറ്റൊക്കെ അറിഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നമ്മളതും നോക്കി. ഇതൊക്കെ വേണ്ട ഫ്രോക്ക്, ഉടുപ്പ്, ഷൂ, സോക്സ് അതൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ അതും മേടിച്ചിട്ട് ജാംജിമ്മിലോട്ടാണ് നേരെ പോയത്. ജാംജിമ്മിൽ പോയി കുറച്ച് ചോക്ലേറ്റ്സൊക്കെ എടുത്ത്, പിന്നെ ഇതൊക്കെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവർ ബോ ഒക്കെ മേടിച്ച് നമ്മൾ അടുത്തത് പോകാൻ നിൽക്കുന്നത് എലഗ ഫാമിലി സലൂണിലാണ് കേട്ടോ. ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എലഗയിൽ അവിടെ കയറിയപ്പോൾ തന്നെ ആൾ ചുറ്റും നോക്കണമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ നമ്മുടെ രീതിക്ക് എങ്ങനെയെന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് 7 മാസമായ മോളല്ലേ, അപ്പോൾ കൊച്ചിന് സമ്മതിക്കുമെന്നൊക്കെ ഉള്ള ഡൗട്ട് അവരും പറഞ്ഞു. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാന്നുള്ള രീതിക്ക് നമ്മൾ ഇരുന്ന് കൊടുത്തു. കുറച്ച് സമയമൊക്കെ ഇരുന്ന് കൊടുത്തിട്ടോ. നമ്മുടെ താഴെ ചന്തക്കുന്ന് ഗവൺമെൻറ് സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ ഈ എലഗ ഷോപ്പ് വരുന്നത്. കുറച്ച് സമയമൊക്കെ ഇരുന്ന് കൊടുത്ത് അതിന് ശേഷം ആൾക്ക് മതിയാവൽ തുടങ്ങി. പിന്നെ അവൻ്റെ 2 കൈയും പിടിച്ച് വെച്ച് ഇനി എൻ്റെ തലയിൽ വെട്ടണ്ടെന്നും പറഞ്ഞിട്ട് അവൻ്റെ കൈയൊക്കെ പിടിച്ച് വെച്ച് കുറച്ച് നേരം നിന്ന്. പിന്നെ രക്ഷയില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു ഫോണിൽ പൂപ്പിയൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പം പല ടോയ്സും കാണിച്ചു കൊടുക്കണു, കൈ കൊടുക്കണമൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും മോള് നിൽക്കണില്ല കേട്ടോ. മോൾക്ക് അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള രീതിയായി. ക്യൂബൊക്കെ കൊടുത്ത് അതൊക്കെ താഴെയിട്ട് പൊട്ടിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഒരുവിധം ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി. എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് നല്ല മാനേജ് ചെയ്തിട്ടോ മോളെ, നല്ല കരയാതെയൊക്കെ. അങ്ങനെ ബ്രഷ് കൊണ്ട് തൂത്തി കൊടുത്തപ്പോൾ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നി. അവൾ ചിരിച്ചൊക്കെ കൊടുത്ത്. ചിരിക്കണ കണ്ടപ്പോൾ അവന് ഇൻട്രസ്റ്റായി. അവന് അത് കയ്യിലൊക്കെ കൊടുത്ത്. പിന്നെ വായിലിടണ കണ്ടപ്പം നമ്മൾ തിരിച്ചത് മേടിച്ച് വെച്ച്. നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പം അവൻ്റെ കയ്യിലോട്ട് ചാടിയിട്ടോ മോള്. അപ്പം അവളെ എടുത്തുകൊണ്ട് പോയി. നമ്മളങ്ങനെ ബില്ല് പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.